മെയ് മാസത്തിന്റെ അവസാനത്തെ ദിവസം ഈ ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. ദിനംതോറും നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് വിടുതൽ നൽകുന്നു, നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, ശക്തിയോടെ മുൻപോട്ട് പോകുവാനുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് നൽകുന്നല്ലോ. അത് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും അതിനുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരികയും ചെയ്യുന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിരന്തരമായി പ്രസംഗം കേട്ടിട്ട് അനേകർക്ക് ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നേരിട്ട് എനിക്ക് അവരെ പരിചയമില്ല, അവർക്ക് അല്ലാതെ എന്നെ പരിചയമില്ല. പക്ഷേ അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്നു. നിങ്ങളെ പ്രത്യേകം വന്ദനം ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സന്ദേശം, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ സഹായത്തിൽ നമുക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഇയ്യോബ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നെ നടത്തിയ വഴികളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു അധ്യായമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം. എങ്ങനെയായിരുന്നു പഴയകാല ഇയ്യോബിന്റെ പ്രതാപമെന്ന് ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിലുണ്ട്. മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ലൈഫ് പാറ്റേണും അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിയും അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉയർച്ച എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രകാശത്തിലാണ് ഈ ലോകത്തിന്റെ ഇരുട്ടിലൂടെ നാം സഞ്ചരിക്കേണ്ടത്. ഈ ലോകത്തിൽ ഇരുളെന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള വഴി ഏതെന്നറിയാതെ പകച്ചു നിൽക്കുക, നമ്മുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുക, നമുക്കിനി പ്രതീക്ഷകളെല്ലാം നഷ്ടമാകുക. ഇതൊക്കെയാണ് ഈ ലോകത്തിന്റെ ഇരുട്ടിലൂടെ നാം പോകുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ഭയപ്രീതിപ്പെടുന്ന അന്തരീക്ഷങ്ങൾ, ഒരുപാട് എന്താ പറയുന്നത്, ഒരു പ്രതീക്ഷയും കാണാൻ കഴിയാത്ത മുഴുവൻ ഇരുട്ട് മൂടി കിടക്കുന്ന ഇരുളെന്ന് പറയുമ്പോൾ അതല്ലേ. അങ്ങനത്തെ കൂരിരുട്ടിൽ കൂടി ഞാൻ പോയി, പക്ഷേ അവന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇരുളിലൂടെ സഞ്ചരിച്ചത്. ഹല്ലേലൂയ. എത്ര ധനികനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും, എത്ര പ്രാപ്തിയും ധൈര്യമുള്ളവനാണെങ്കിലും ദൈവത്തിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ ഒരുവന് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കായിക ബലം കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സൗകര്യം കൊണ്ടോ ഒന്നും ലഭിക്കാത്ത ജയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സഹായത്താൽ ജയിക്കാൻ പറ്റും. ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ്, ഞാൻ പറഞ്ഞൊരു വാക്ക് 27-ാം സങ്കീർത്തനത്തിലുണ്ട്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദിന് പറയാനുള്ള കാര്യം, എന്റെ ജീവൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. യഹോവയാണ് എൻ്റെ വെളിച്ചം. ഈ ലോകം അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, മുന്നോട്ട് വഴി കാണിക്കാത്ത ഈ ലോകത്തിൽ ദൈവം എനിക്ക് വെളിച്ചമാണ്. 19-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവും. അപ്പം ദൈവസാന്നിധ്യം നമുക്ക് വഴി കാണിക്കും. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ മുന്നോട്ട് നയിക്കും. എത്രയോ പേര് നിരാശപ്പെട്ട് ഭവനങ്ങൾ ഒതുങ്ങിപ്പോവുക, കുറെ പേര് മരണത്തിന് വേണ്ടി കൊതിക്കുകയാണ്. ചിലരാണെങ്കിൽ അവരവരെ തന്നെ എന്താ പറയുന്നത്, അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകളാണ്. ഈ ജനിക്കണ്ടായിരുന്നോ, അല്ലെങ്കിൽ ജനിപ്പിച്ചത് ശരിയായി ജനിപ്പിച്ചതോ, ഇങ്ങനെയൊക്കെ പലരെ കുറ്റം പറഞ്ഞിട്ട്, ആരാണ്ടൊക്കെ കുറ്റം പറഞ്ഞ് ചീത്തയും വിളിച്ച് മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിതം നരകതുല്യമായി കഴിയുന്നവരുണ്ട്. പക്ഷെ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് വന്ന് എനിക്കും രക്ഷപ്പെടാം, ദൈവം വെളിച്ചം തരുമല്ലോ എന്ന് പറയുന്ന ആശ്രയിക്കുമ്പോൾ ദൈവം വെളിച്ചം കാണിക്കും. ദൈവത്തിന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ ദീപത്തെ ദൈവം കത്തിക്കും, എന്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രകാശം. ഇന്ന് നിങ്ങൾ ഏത് ഇരുളിനകത്തിരുന്നാലും, ഏത് പൈശാചിക ശക്തികൾ നിങ്ങളെ ഞെരുക്കാൻ നോക്കിയാലും, അത് മരണശക്തികളാണെങ്കിൽ പോലും അവിടെ നിന്ന് ദൈവം നിങ്ങൾക്ക് മോചനം തരും, അവന്റെ വെളിച്ചം നിങ്ങളെ തേടി വരുമ്പോൾ. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിലെ 4-ാം വാക്യം വളരെ പ്രശസ്തമായ ബൈബിൾ വാക്യമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ
കൂരിരുട്ടിന്റെ താഴ്വര എൻ്റെ മുകളിൽ മരണത്തിന്റെ നിഴലാണ് നിൽക്കുന്നത്. മരണം ഏത് സമയം എന്നെ പിടിക്കാം, അത് മുകളിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഭയപ്പെടാതിരിക്കുന്നത് എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ മുകളിലും മരണത്തിന്റെ നിഴലുണ്ട്. മരണത്തിന്റെ കരിനിഴൽ നിങ്ങളെ തേടി നിങ്ങളുടെ മുകളിൽ നിൽപ്പുണ്ട്. എന്നാൽ കർത്താവ് കൂടെ ഉള്ളവര് ഭയപ്പെടേണ്ട. അവൻ ജീവന്റെ ഉറവാണ്. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടല്ലോ, വലതുഭാഗത്തു നിന്നും പ്രമോദങ്ങളുണ്ടല്ലോ. ജീവന്റെ ഉറവാണ് കർത്താവ്. അവൻ കൂടെ ഉള്ളപ്പോൾ മുകളിൽ നിൽക്കുന്ന മരണത്തിന്റെ നിഴലിനെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മരണ ഭയങ്ങളും ഈ ഞായറാഴ്ച മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു ആ വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാനാണ് വെളിച്ചം, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. ഞാനാണ് വഴി, ഞാനാണ് വെളിച്ചം. യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇനി ഇരുട്ടിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. നിങ്ങൾ ഇന്ന് ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനേകർക്ക് വെളിച്ചം കൊടുക്കുന്ന വ്യക്തിയായി മാറും. അങ്ങനത്തെ ഒരു രൂപാന്തരം ദൈവം നിങ്ങളുടെ മേൽ തരാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തേജസ് കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന പോലെ നിങ്ങളിൽ തട്ടി അനേകരിലേക്ക് ആ തേജസ് എത്തും. നിങ്ങളിലൂടെ അനേകർ യേശുവിനെ കാണും. ഹല്ലേലൂയ. അതിനുള്ള തേജസ് നിങ്ങളിലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. 60 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് നിനക്ക് പ്രത്യക്ഷമാകും. ഈ ലോകത്തെ അന്ധകാരം മൂടുകയാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാ, എവിടെ നോക്കിയാലും ക്രൂരതകളാ, എവിടെ നോക്കിയാലും അക്രമങ്ങളും അഴിമതിയുമാണ്, എവിടെ നോക്കിയാലും ഭീകരവാദങ്ങളാ. പക്ഷേ അതൊക്കെ മൂടുമ്പോൾ നിന്റെ മേലെ യഹോവ ഉദിക്കും. യഹോവയുടെ തേജസ് നിനക്ക് പ്രത്യക്ഷമാകും. ദൈവത്തിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ, ദൈവത്തിന്റെ തേജസ് സഞ്ചരിപ്പാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരാ. ഇന്ന് അന്ധകാരത്തിലല്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ ഉത്തമ രാജ്യത്തിലാക്കി. ഇരുട്ടിന്റെ അധികാരത്തിന് നിങ്ങളുടെ മേൽ വാഴ്ച ഇല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ ഇരുട്ടിന്റെ ഒരു ശക്തിക്ക് വാഴ്ചയില്ല. അന്ധകാരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക, ഇരുട്ടിൽ നിന്ന് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കുകയാണെന്നാണ് പൗലോസ് 26-ാം അപ്പോസ്തല പ്രവൃത്തിയില് പറയുന്നത്. 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കുക, സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിലേക്ക് തിരിക്കുക. അതെ, നിങ്ങളുടെ കുടുംബത്തെ വിട്ട് സാത്താന്റെ ശക്തികൾ മാറിപ്പോകട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ, എവിടെയാണ് പ്രശ്നമെന്ന് അറിയാത്ത ശാപശക്തികൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവം ഈ ഞായറാഴ്ച, ഈ മാസത്തിന്റെ ഒടുവിലത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് പുതിയ വെളിച്ചം തരട്ടെ, പുതിയ വഴി കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഈ മക്കളെ രൂപാന്തരപ്പെടുത്തട്ടെ. അവിടുത്തെ മക്കളെ ഈ വചനം തൊടട്ടെ. അവരുടെ ഇരുട്ടിന്റെ ശക്തികൾ അവരെ വിട്ട് മാറട്ടെ. കാലങ്ങളായി കർത്താവ് പിന്തുടരുന്ന, ഇരുട്ടിലാക്കി കളഞ്ഞിരിക്കുന്ന, വഴി കാണിക്കാതെ വണ്ണം ഞെരുക്കിക്കളയുന്ന സകല പൈശാചിക ശക്തികൾ ഈ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ. യേശു ക്രിസ്തു ആമേൻ ഉയരത്തിൽ നിന്ന് ഉദയം ഇവരെ സന്ദർശിക്കട്ടെ. മരണത്തിന്റെ നിഴൽ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. ഇവരുടെ കൂടാരം ജീവന്റെ വെളിച്ചമുള്ള കൂടാരമാകട്ടെ. കർത്താവിൽ സ്വസ്ഥതയും സമാധാനവും ഇവിടെ ഉണ്ടാകട്ടെ. ഉല്ലാസവും ആനന്ദവും ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ മക്കൾക്ക് ദൈവികമായി വെളിച്ചമുണ്ടാകട്ടെ, ഭാവി ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് ഞായറാഴ്ച രാത്രി 10 മുതൽ 11 വരെ, രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും മെസ്സേജും ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സൂമിലൂടെ. അതിൻ്റെ ലിങ്കും ഐഡിയും പാസ്വേഡും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് സൺഡേ.